എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഫൈനൽ എക്സാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബയോളജിയോട് കൂടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ SSLC ബയോളജിയുടെ ആൻസർ കീ ആണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയി എന്ന് മിസ് കരുതുന്നു. കാരണം ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒത്തിരി ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്ത ഒരു മോഡറേറ്റ് പേപ്പർ തന്നെ ആയിരുന്നു അല്ലേ. നമ്മൾ സാധാരണ പാറ്റേൺ അതേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ളൊരു പേപ്പർ ആയിരുന്നു. ചില സബ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങളൊന്ന് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. 1-2 ക്വസ്റ്റ്യൻസിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് അത് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഈ ഒരു SSLC പേപ്പറിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ബയോളജിയിലെ SSLC എക്സാംസിനോട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടിപൊളിയാക്കാനുള്ള നമ്മുടെ +1 ആണ്. അപ്പോൾ +1 നിങ്ങൾ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്, നമ്മളുടെ +1 നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, +1 നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പോൾ SSLCയിലൊക്കെ പഠിച്ചതുപോലെ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് ഫുൾ മാർക്കൊക്കെ കിട്ടുമോ? ഓക്കെ, അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ 7 മണിക്കുള്ള അഗ്നി ബാച്ച് ലോഞ്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ +1 കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ അഗ്നി ബാച്ച് ലോഞ്ചിൽ പറയുന്നുണ്ടാകും. ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു ലോഞ്ച് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ SSLC പോലെ അല്ല +1 എന്നുള്ളത്. ചാപ്റ്റേഴ്സ് ആയാലും കണ്ടന്റ് ആയാലും എല്ലാറ്റിലും വ്യത്യാസമുണ്ട്. ഓക്കെ, എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടോപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഇവരെല്ലാവരും തന്നെ +1 ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിലുള്ള മക്കളാണ്. ആൻഡ് ഇവർക്ക് 520-ൽ 1 മാർക്കാണ് മിസ്സായത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതും +1. ഓക്കെ, ഇതിൽ തന്നെ ഇവിടെ അവർക്ക് 1 മാർക്ക് മാത്രമാണ് മിസ്സായിട്ടുള്ളത്. ഇത് 518 കിട്ടിയിട്ടുള്ള മക്കളാണ്. ആൻഡ് ഇവിടെ ഫുൾ A+കൾ കിട്ടിയത് 650+ ആൾക്കാർക്കാണ്. ആൻഡ് സയൻസിൽ A+ കിട്ടിയ ആൾക്കാർ, ഫുൾ മാർക്ക് ഇൻ സയൻസ് കിട്ടിയ ആൾക്കാർ, 99% മുകളിൽ കിട്ടിയ മക്കൾ, എബവ് 98%, എബവ് 95%. ഇത് കണ്ടോ, ഇത് നമ്മുടെ +2 ടോപ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചിൻ്റെ ലോഞ്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ മക്കൾ ഇന്നത്തെ നമ്മുടെ ബാച്ച് ലോഞ്ച് മിസ്സാക്കാതിരിക്കുക. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് നമ്മുടെ ബാച്ച് ലോഞ്ച്. വെരി ഇമ്പോർട്ടൻറ്റ് ലൈവ്. നിങ്ങൾക്ക് +1 എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ കംപ്ലീറ്റ് ഇന്ന് മനസ്സിലാകും. ഇനി ഓൾറെഡി +1 ബാച്ചിൽ അഡ്മിഷൻ എടുത്ത മക്കൾ എന്തായാലും ഇന്ന് നമ്മളുടെ അഗ്നി ബാച്ച് ലോഞ്ചിൽ ഉണ്ടാവണം. ഇനി അഗ്നി ബാച്ചിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന മക്കളാണെങ്കിലും മക്കളെ നിങ്ങൾക്കും വരാം. എന്തൊക്കെയാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ ബുക്ക് സെറ്റിൻ്റെ ഡേറ്റ് ഇത് 27th വരെ, നാളെ വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളേക്കുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫ്രീ ബുക്ക് സെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അഡ്മിഷൻ എടുക്കാം. ഇനി നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, നമ്മളുടെ ആൻസർ കീയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദാറ്റ് കൺട്രോൾ മെറ്റബോളിക് ആക്ടിവിറ്റി. മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അല്ലേ. നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ RNA-യിൽ മാത്രം കാണുന്ന ന്യൂക്ലിയോടൈഡ് ഏത്, RNA-യിൽ മാത്രം കാണുന്നത് ഏതാണ്, നമ്മുടെ യുറാസിലാണ്. ആ സമയത്ത് മിസ് DNA-യുടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ന്യൂ സ്പീഷീസ് ഫോംഡ് ഫ്രം ദ ഇൻഹെറിറ്റൻസ് ഓഫ് സഡൻ ചേഞ്ച്. സഡൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ അതാരാണ്, മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ മ്യൂട്ടേഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് നമ്മുടെ ഹ്യൂഗോ ഡീവ്രിസ് എന്ന് പറയുന്നത്. സെറ്റല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, നമ്മളുടെ കറക്റ്റ് ചെയ്യാൻ നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്. മിസ് നമ്മുടെ ഹെഡ് ബാൻഡ് ഒക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്താണ്, നമ്മുടെ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോഴെന്താണ്, നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ ഇങ്ങനെ ചക്ക പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ലിഗമെൻറ്റ്സ് റിലാക്സ്ഡ് ആണ്, പക്ഷേ സീലിയറി മസിൽസ് കോൺട്രാക്റ്റഡ് ആണ്. പിന്നെ ലെൻസിൻ്റെ കർവേച്ചർ ഡിക്രീസ് അല്ല, ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്ത് ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോഴാണ് ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യല്ല ചെയ്യുക അല്ലേ. ഫോക്കൽ ലെങ്ത് കുറയും അല്ലേ, ദൂരെ ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടെ, അടുത്താകുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. അപ്പോൾ നമ്മുടെ ഈ ഒരു C ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതാണോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയത്? റെഡി. ഇനി അടുത്തത് കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട്. അടിവരയിട്ട ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി കൊടുക്കുക. അപ്പോൾ BCG വാക്സിൻ യൂസ് ടു പ്രിവെൻറ്റ് ട്യൂബർകുലോസിസ് ശരിയാണ്. AB പോസിറ്റീവ് ഇസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ദാറ്റ് ഹാസ് ദ D ആൻറ്റിജൻ ഇൻ അഡീഷൻ ടു A and B. അപ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ Aയും Bയും ഉണ്ട്, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ D ആൻറ്റിജനും ഉണ്ട്, അത് ശരിയാണ്. ഫൈബ്രിൻ ഇസ് ദ എൻസൈം ദാറ്റ് കൺവേർട്ട് പ്രോ ത്രോംബിൻ ടു ത്രോംബിൻ.
അത് തെറ്റാണ് അല്ലേ. പ്രോ ത്രോംബിനെ ത്രോംബിനാക്കുന്നത് ആരാണ്? ത്രോംബോപ്ലാസ്റ്റിനാണ്. റെഡി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, സം ഡിസീസ് പ്രോട്ടീൻസ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ നമുക്ക് കുറേ അസുഖങ്ങൾ മാറ്റാനുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ നമ്മളിത് ഇന്നലെ ചെയ്തിട്ടുണ്ട്, വൈറൽ ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഏതാണ്? ഇന്റർഫെറോൺസ് ആണ്. ഇതാണ് കറക്റ്റ് മാച്ച്, ബാക്കിയെല്ലാം മിസ്റ്റേക്ക് ആണ്. ഇൻസുലിൻ ഗ്രോത്ത് അല്ല, എൻഡോർഫിൻ ഡയബറ്റീസ് അല്ല, സൊമാറ്റോട്രോപ്പിൻ പെയിൻ അല്ല. കറക്റ്റ് ഏതാണ്? ഇന്റർഫെറോൺ വൈറൽ ഡിസീസ്. മിസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസുലിൻ എന്ന് മാറിപ്പോവരുത്, ഇന്റർഫെറോൺ ആണ് വൈറൽ ഡിസീസ് എന്നുള്ളത്. ഇനി അടുത്തത് നോക്കിയേ മക്കളെ, എനലൈസ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ബി. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഡിഫക്റ്റ് ഇൻ ജീൻ മേ കോസ് ഡിഫോമിറ്റി ഇൻ ദ സീക്വൻസിംഗ് ഓഫ് അമിനോ ആസിഡ് വിച്ച് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ വൈകല്യം ഉണ്ടാകുന്നു. അസുഖം ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. അതേ സെയിം സെന്റൻസ്, defect in the gene cause deformity in the sequencing of amino acid. ഇനി gene identify the gene that control the synthesis of protein for blood clotting. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആ പ്രോട്ടീൻ ഡിഫക്റ്റീവ് ആയതാണ് നമ്മുടെ ഹീമോഫീലിയ. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, ഹൗ ഇസ് ടെമ്പററി റിലീഫ് ബ്രോട്ട് ഇൻ. ഹൗ ഇസ് എങ്ങനെയാണ് നമുക്ക് ഈ അസുഖത്തിൻ്റെ ഒരു ടെമ്പററി റിലീഫ് എവിടെതാ ടെമ്പററി റിലീഫ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക? ആ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്ന് തിരിച്ചറിയുക, രോഗിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക. ഐഡൻറ്റിഫൈ ദ ഡിഫക്റ്റീവ് പ്രോട്ടീൻ ആൻഡ് ഇൻജെക്ട് ഇൻ ടു ദ ബോഡി ഓഫ് പേഷ്യൻ്റ്. കിട്ടിയില്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ സിമിലാരിറ്റി ഡു ദീസ് ഓർഗൻസ് ഹാവ് ഇൻ ദിയർ ഇന്റേണൽ സ്ട്രക്ചർ. അപ്പോൾ ഇവരുടെ ഇന്റേണൽ ഓർഗൻസിൽ എന്താണ് സിമിലാരിറ്റി? അവരുടെ ഈ ഫോർലിംബ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ഈ ഫോർലിംബ്, അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ്, നെർവ്സ്, അതുപോലെ ബോൺസ്, മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? സിമിലർ ആണ്. ഇനി ഹൗ ഡസ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദീസ് ഓർഗൻ പ്രൊവൈഡ് എവിഡൻസ് ഫോർ എവല്യൂഷൻ. എവല്യൂഷൻ ഇത് എന്ത് എവിഡൻസാണ് തരുന്നത്? ഇവരുടെ ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആണ്. എക്സ്റ്റേണൽ അപ്പിയറൻസിലുള്ള വ്യത്യാസത്തിന് കാരണം എന്താണ്? എക്സ്റ്റേണൽ അപ്പിയറൻസിനുള്ള വ്യത്യാസത്തിന് കാരണം അവർ ജീവിക്കുന്ന ഹാബിറ്റാറ്റിനനുസരിച്ചുള്ള അഡാപ്റ്റേഷൻ ആണ്. അപ്പോൾ ഇന്റേണൽ ഓർഗൻസ് സെയിം ആയത് എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ട് എന്നുള്ളതാണ്. സോ ഡിഫറൻസ് ഇൻ എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്തുകൊണ്ടായിരിക്കാം? അഡാപ്റ്റേഷൻസ് ടു ലിവ് ഇൻ എക്സ്റ്റേണൽ ഹാബിറ്റാറ്റ് ആണ്. അവർ ജീവിക്കുന്ന സ്ഥലത്തുള്ള ഡിഫറൻസ് കൊണ്ടാണ്. സിമിലാരിറ്റി ഇൻ ഇന്റേണൽ സ്ട്രക്ചർ എന്താണ്? അവർക്കൊരു കോമൺ ആൻസെസ്റ്റർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്രോസ് സെക്ഷൻ ഓഫ് നെർവ് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ളതാണ്, നമ്മളെ നെർവ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ്? ഈ കവറിങ് എന്താണ്? ഈ കവറിങ് എന്താണ്? ഇതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലേ. ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു യോജക കല കൊണ്ട് ഈ ആക്സോൺ കൂട്ടങ്ങളെ കവർ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വൈ ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇത് എന്ത് ചെയ്യുന്നു? കവർ ദ ബണ്ടിൽ ഓഫ് ആക്സോൺസ്. നമ്മൾ ആക്സോൺ ബണ്ടിൽസിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ. ഹൗ ഡസ് സെൻസറി നെർവ് ആൻഡ് മോട്ടോർ നെർവ് ഡിഫർ. പക്ഷേ ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സെൻസറി നെർവ് ക്യാരി സെൻസറി ഇമ്പൾസസ് അല്ലേ. അയ്യോ ഇത് കംപ്ലീറ്റ് ആയില്ല. ക്യാരി സെൻസറി നെർവ് ഇമ്പൾസസ് ആൻഡ് മോട്ടോർ നെർവ് എന്താ ക്യാരി ചെയ്യുന്നത്? മോട്ടോർ നെർവ് ആണെങ്കിൽ ക്യാരി മോട്ടോർ നെർവ് ക്യാരി മോട്ടോർ ഇമ്പൾസസ്. എവിടുന്ന് എങ്ങോട്ടേക്കെന്നും കൂടെ പറയണം കേട്ടോ. ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇത് നമ്മുടെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കുമാണ് സെൻസറി നെർവ്. അയ്യോ നിങ്ങൾക്ക് കാണുന്നില്ല. ഓക്കെ ഇതാ. അപ്പോൾ നമ്മളുടെ സെൻസറി നെർവ് ഇമ്പൾസസ് എവിടുന്ന് എങ്ങോട്ടേക്കാണ് ക്യാരി ചെയ്യുന്നത്? സെൻസറി നെർവ് ഇമ്പൾസസ് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കുമാണ്. മോട്ടോർ നെർവ് ഇമ്പൾസസ് ആണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്നും എങ്ങോട്ടേക്കാണ്? നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്കാണ്. അതും കൂടി എഴുതി കഴിഞ്ഞാൽ സെറ്റായി. റെഡി അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. അനലൈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ ചോദ്യങ്ങളുടെ ഒക്കെ സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവർ ആ കോൺസെപ്റ്റ് അറിഞ്ഞെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഹൗ ഡസ് ദ ഡ്രഗ് ഇഞ്ചെക്ഷൻ ലീഡ് ടു സ്പ്രെഡ് ഓഫ് HIV? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്? നമ്മൾ നീഡിൽസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് HIV കോമ്പണൻസ് ഉണ്ടെങ്കിൽ അത് വേറൊരാളിലേക്ക് എത്തും. അപ്പോൾ ഡ്രഗ് ഇഞ്ചെക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അയ്യോ ഡ്രഗ് നമുക്കിത് കാരണമാവോ? നമ്മൾ ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ആ നീഡിൽസ് ഷെയർ ചെയ്യും. ആ നീഡിൽസിൻ്റെ അകത്ത് HIV കോമ്പണൻസ് ഉണ്ടെങ്കിൽ ഇഫ് ദ നീഡിൽസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കോമ്പണൻസ് അപ്പോൾ നമ്മൾ ഡ്രഗ് ഇഞ്ചെക്ഷൻ്റെ സമയത്ത് അത് സ്പ്രെഡ് ആകും. ഇനി അടുത്ത് നോക്കിക്കേ, ഹൗ ഡസ് ദ കണ്ടീഷൻ എയ്ഡ്സ് ബിക്കം ഫേറ്റൽ? ഈ എയ്ഡ്സ് അത്രത്തോളം അപകടകാരിയാവുന്നത് എപ്പോഴാണ്? നമ്മുടെ എയ്ഡ്സിന് കാരണമായ HIV വൈറസ് നമുക്കറിയാം നമ്മുടെ T ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുക. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും മക്കളെ?
അതർ പാത്തജൻസ് എൻ്റർ ആ ബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് മറ്റ് രോഗാണുക്കൾ കയറുമ്പോഴാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഫേറ്റൽ ആവുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റി ഇൻ ഡിഫൻസ് മെക്കാനിസം. ഓരോരുത്തരുടെയും റോളാണ്. അപ്പോൾ ലൈസോസോം കമ്പൈൻസ് ദ മെംബ്രെയിൻ സാക്ക് ഡ്യൂറിങ് ദ പ്രോസസ്. അപ്പോൾ ലൈസോസോം മെംബ്രെയിൻ സാക്ക് സ്ഥരസഞ്ചിയുമായിട്ട് കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ ലൈസോസോമിൻ്റെ അകത്ത് എൻസൈം ഉണ്ട്, മെംബ്രെയിൻ സാക്കിൻ്റെ അകത്ത് പാത്തോജൻ ഉണ്ട്. അപ്പോൾ ലൈസോസോമിൻ്റെ അകത്തുള്ള എൻസൈം മെംബ്രെയിൻ സാക്കിൻ്റെ അകത്തുള്ള പാത്തോജൻസിനെ ഡീജനറേറ്റ് ചെയ്യുന്നു, ശിഥിലീകരിച്ച് നശിപ്പിക്കുന്നു. അടുത്തത് എന്താണ്, കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻക്രീസ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫാഗോസൈറ്റോസിസ് എഫക്റ്റീവ് ആകും. അപ്പോൾ അതേപോലെ തന്നെ പാത്തോജൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് തടയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫാഗോസൈറ്റോസിസിനെ പറഞ്ഞിട്ടുണ്ട്, ഫീവർ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്താണ്, ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അനലൈസ് ഈച്ച് ഓഫ് ദ ഗിവൺ സിറ്റുവേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ വേരിയേഷൻസ് ആർ ഫോംഡ് ഇൻ ദ ഓഫ് സ്പ്രിങ്. വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ, നമ്മൾ 3 സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്, ഫെർട്ടിലൈസേഷൻ, ക്രോസിംഗ് ഓവർ ആൻഡ് മ്യൂട്ടേഷൻ. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് വേരിയേഷൻസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. നോക്കിക്കേ, ഡ്യൂറിങ് ദി ഇനീഷ്യൽ ഫേസ് ഓഫ് മിയോസിസ് ക്രോമസോംസ് പെയർ ചെയ്യും. ക്രോമസോംസ് പെയർ ചെയ്യുന്നതിനെ നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയും. ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ ജീനുകളുടെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരും, അത് വേരിയേഷൻ അല്ലെ വ്യതിയാനത്തിന് കാരണമാകും. രണ്ടാമത്തത് പാരൻസിൻ്റെ ക്രോമസോം ഓഫ് സ്പ്രിങ്ങിലെത്തും. പാരൻസിൻ്റെ ക്രോമസോം ഓഫ് സ്പ്രിങ്ങിൽ എത്തുന്നത് ബീജ സംയോഗം അല്ലെ ഫെർട്ടിലൈസേഷൻ വഴിയാണ്. ആ സമയത്ത് എന്താണ്, അലീലുകളുടെ കോമ്പിനേഷനിൽ വ്യത്യാസം വരും. സിമ്പിൾ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ട്വിസ്റ്റ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്, ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റെഡി, ഇനി അടുത്തത് എന്താണ്, ഇത് സിമ്പിളായിട്ടുള്ള നമ്മളത് കംപ്ലീറ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് മിസ് നിങ്ങൾക്ക് വരച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ആ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് അങ്ങോട്ട് എടുത്ത് എഴുതാൻ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ്, കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്. ആദ്യം തുടങ്ങാം, തലാമസ് ആക്ട് ആസ് റിലേ സ്റ്റേഷൻ. മീൻസ് ഒരേ കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ തലാമസ് റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ ബ്ലൂ സെറീബ്രം. സെറീബെല്ലം മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം, ശരീര തുലന നില. ബ്ലാക്ക് ഹൈപ്പോതലാമസ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. റെഡി, 4 എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് സുഖമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. റെഡി അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിതാ ഈ ഒരു ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ ആണ്. അപ്പോൾ സെയിം സാധനം അല്ലേ, ഈ ഒരു വരികൾ ക്വസ്റ്റ്യൻ്റെ ലൈൻസ് അതുപോലെ അല്ലാതെ ഉള്ളൂ. ഏതൊക്കെ എൻസൈമുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, നമ്മളും ചോദിച്ചത് എൻസൈമുകളാണ്. ഏതൊക്കെയാണ്, നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അതുപോലെ ലിഗേസ്. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാസ്മിഡ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്ലാസ്മിഡ്. നമ്മൾ ഒരു സെല്ലിലുള്ള ജീനിനെ മറ്റൊരു സെല്ലിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഹ്യൂമൻ സെല്ലിൽ ഉണ്ടായിരുന്ന ഇൻസുലിൻ ജീനിനെ ബാക്ടീരിയൽ സെല്ലിൽ എത്തിച്ചത് ആരാണ്, പ്ലാസ്മിഡാണ്. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ സ്റ്റേജസ്. നമ്മളോട് ബാക്കിയുള്ള സ്റ്റേജസ് ആണ് എഴുതാൻ പറഞ്ഞത്. ഇവിടെ എവിടം വരെ തന്നു, ബാക്ടീരിയ വിത്ത് ഇൻസുലിൻ ജീൻ. അതായത് ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡ് ബാക്ടീരിയൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവരൊരു കൾച്ചറൽ മീഡിയത്തിൽ വളർത്തും, അവർ ഇനാക്റ്റീവ് ഇൻസുലിൻ ഉണ്ടാക്കും, അതിൽ നിന്ന് നമ്മൾ ആക്റ്റീവ് ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കും. So, bacteria grow in the cultural medium and produce inactive insulin. പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ഉണ്ടാക്കും, അതിൽ നിന്ന് നമ്മൾ ആക്റ്റീവ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. കഴിഞ്ഞു. സെറ്റ്. ഇത് നമുക്ക് 3 മാർക്കിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതെൻ്റെ കുട്ടികളെല്ലാവരും എഴുതി എന്ന് മിസ് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നിങ്ങളെ ചിലപ്പോൾ ഒന്ന് കുഴപ്പിച്ച് കാണും. വാട്ട് ആർ ദ 2 റീസൺസ് ദാറ്റ് കോസ് ഗ്ലൂക്കോസ് ടു റൈസ് എബവ് ദിസ് ലെവൽ ആൻഡ് ബി എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. അതായത് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടാനുള്ള 2 കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് നമുക്ക് യൂറിനിൽ കാണാം. രണ്ടാമത്തെ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുമ്പോഴാണ്. കാരണം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കിഡ്നിയിൽ വെച്ച് ഗ്ലൂക്കോസിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റീഅബ്സോർബ് ചെയ്യും, പുനരാകിരണം ചെയ്യും. പക്ഷേ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ, അതായത് അതിനെ ശരിക്കും ടെക്നിക്കൽ ടേം റീനൽ ഗ്ലൂക്കോസൂരിയ എന്നാണ്. അതായത് കിഡ്നിയിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിൻ്റെ പുനരാകിരണം റീഅബ്സോർപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ യൂറിനിൽ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് കാണാം. അത് പക്ഷേ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ മെൻഷൻ 1 ഫംഗ്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് 1 ഫംഗ്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ ഇൻ റെഗുലേറ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇൻസുലിൻ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്യും, കോശത്തിനകത്തേക്ക് ഗ്ലൂക്കോസിനെ പറഞ്ഞേക്കും. കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൈക്കോജൻ അല്ലെ, ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും, ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഗ്ലൂക്കഗോൺ ആണെങ്കിലോ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും, അതുപോലെ അമിനോ ആസിഡ്സിൽ നിന്ന് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് എന്താ മക്കളെ,
ഇത് നമ്മളിതാ ഈ ക്രോസ് നമ്മൾ ലൈവിൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ മിസ് ശരിക്കും ആക്ച്വലി ഇവിടെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആയിരുന്നു മിസ് ലൈവിൽ ചെയ്തത്. അപ്പോൾ ഇവിടെ മോണോ ഹൈബ്രിഡ് ക്രോസ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് ടോൾ പീ പ്ലാന്റ് ക്രോസ്ഡ് വിത്ത് എ ഡ്വാഫ്. നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് ചോദിച്ചത്. അതിൻ്റെ ഒന്നാം തലമുറയിലുള്ള ക്യാരക്ടറും അതിൻ്റെ ജനറ്റിക് സ്ട്രക്ചറും എന്താണ്? ജനറ്റിക് സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഒന്നാം തലമുറയിൽ ആ പ്ലാന്റ് എന്തായിരിക്കും? ടോൾ പ്ലാന്റ് വിത്ത്, അതെ അത്രേ ഉള്ളൂ, ഉയരം കൂടിയ പ്ലാന്റ് ആണ്. ഇല്ലസ്ട്രേറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് സിമ്പിൾ ഇൻ വിച്ച് ദ സെക്കൻഡ് ജനറേഷൻ എന്താ? ആ ഒരു ഫസ്റ്റ് ജനറേഷനെ സെൽഫ് ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സെക്കൻഡ് ജനറേഷൻ കിട്ടുക. ഇത് നമ്മൾ ഇന്നലത്തെ ലൈവിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളെല്ലാവരും ഇത് എഴുതി എന്ന് മിസ് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ ഡിസീസസിൻ്റെയാണ്. നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളുടെ കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ എല്ലാ അസുഖങ്ങളുടെയും ഓരോ കാരണം വെച്ച് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. എന്താണെന്ന് നോക്കിക്കേ മക്കളെ. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഈ ഇത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിറോഫ്താൽമിയയുടെ കാരണം എന്താ? പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിനെ തുടർച്ചയായിട്ട് അഭാവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ലെൻസ് എന്തായിട്ട് മാറുകയാണ്? ഒപ്പീക്കായിട്ട് മാറുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതുക? പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിനെ ലെൻസ് എന്തായിട്ട് മാറും? ഒപ്പീക്കായിട്ട് മാറും, ഒപ്പീക്ക്. അടുത്തത് കോൺസെൽസിന് തകരാറായി കഴിഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ്. ദെൻ റീ അബ്സോർപ്ഷൻ ഓഫ് എക്വസ് ഹ്യൂമർ നടക്കാതെ ആകുമ്പോൾ ഗ്ലോക്കോമ. ദെൻ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം എന്താണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി. അപ്പോൾ ഇത് 4 കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഡിസീസ് ഇൻഡിക്കേറ്റഡ്? 3 എന്ന് പറയുമ്പോൾ ഗ്ലോക്കോമ. ഇത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ. നമ്മൾ എന്താ ചെയ്യുക? ലേസർ സർജറിയാണ് ചെയ്യുക. ഇന്നലത്തെ ലൈവിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ കെറ്ററാക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലോക്കോമയ്ക്ക് എന്താണ് ട്രീറ്റ്മെൻറ്റ്? ലേസർ സർജറിയാണ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് നമ്മുടെ ചിത്രത. ഈ ചിത്രം തരുന്നതിന് പകരം, ഈ ഒരു പിക്ചർ തരുന്നതിന് പകരം ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നു മാത്രം. സിനാപ്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോണും നമ്മളുടെ മസിൽ സെൽ പേശീകോശം, ന്യൂറോണും അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാൻഡുലാർ സെൽ അല്ലെ ഗ്രന്ഥികോശവും വരും. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഏതൊക്കെ വരും? നമ്മളുടെ മസിൽ സെല്ലും ഗ്ലാൻഡുലാർ സെല്ലും പേശീകോശവും ഗ്രന്ഥികോശവും. പിന്നെ വാട്ട് ഈസ് ദ റോൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് അക്രോസ് ദ സിനാപ്സ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റോൾ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ടു ദ റിസെപ്റ്റർ ഓഫ് ഡെൻഡ്രൈറ്റ് ആൻഡ് സ്റ്റിമുലേറ്റ് അഡ്ജസൻറ്റ് ന്യൂറോൺ അല്ലേ? നമ്മുടെ ആ ഇമ്പൾസിനെ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തൊരു ന്യൂറോണിലേക്ക് എത്തിക്കുന്ന ആ ഒരു കെമിക്കൽ സിഗ്നലാണ് നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളതുകൊണ്ടാണ് തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൻ്റെ റിസെപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യാനും തൊട്ടടുത്ത ന്യൂറോൺ സ്റ്റിമുലേറ്റഡ് ആവാനും കാരണം. ഇനി ഈ ഒരു സബ് ക്വസ്റ്റ്യൻ എൻ്റെ മക്കളെ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടാകും. 2 മെയിൻ ഫങ്ഷൻസ് ഓഫ് സിനാപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറലി നമുക്ക് അറിയുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷനാണ്. അത് ഇതിലൂടെയാണ് നടക്കുന്നത്? ആ ഒരു സിനാപ്സിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സിനാപ്സിനെ കുറിച്ച് പറയുന്നതിൽ അവസാനത്തെ ആ ഒരു ബോക്സിനകത്ത് അവസാനത്തെ ഒരു ലൈൻ ഉണ്ട്, റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. അത് ആക്ച്വലി നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് +1 പഠിക്കുക. നിങ്ങൾ +1 എത്തുന്ന സമയത്ത് നിങ്ങൾ കെമിക്കൽ സിനാപ്സ്, ഇലക്ട്രിക്കൽ സിനാപ്സ്, അങ്ങനെ 2 ടൈപ്പ് സിനാപ്സ് പഠിക്കും. അതിൽ ഇലക്ട്രിക്കൽ സിനാപ്സിൽ സ്പീഡ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാവണം ഇവിടെ ചോദിച്ചത്. അതിൻ്റെ ഒരു തുടക്കം ഇട്ടതായിരുന്നു ആ ലൈന്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഫ്രം 1 ന്യൂറോൺ ടു അനദർ ന്യൂറോൺ, മറ്റേത് സ്പീഡും ഡയറക്ഷനും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ സബ് ക്വസ്റ്റ്യൻ എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ എടുത്താലും മതി. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ A+ പോകുന്ന പ്രശ്നമൊന്നും വരില്ല. കാരണം ഈ സബ് ക്വസ്റ്റ്യൻ അറിയാത്തത് കാരണം നിങ്ങൾ ഇത് എഴുതാതെ വേറെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ എടുത്താൽ മതി, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇനി നോക്കിക്കേ മക്കളെ. അടുത്തത് വാട്ട് ആർ ദ കെമിക്കൽസ് യൂസ്ഡ് ഇൻ ദ പാർട്ട് ലേബൽഡ് എക്സ്? ഇവിടെ കൊടുത്തിരിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ്? അതാ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മീഥേൻ, അമോണിയയും വാട്ടർ വേപ്പറും മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഹൈഡ്രജനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് എഴുതിയാലും കുഴപ്പമില്ല. മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ. ഇനി എന്താണ് ഇവിടെ ഉണ്ടായത്? അപ്പോൾ ആരോ ഇന്നലെ ലൈവിൽ പറഞ്ഞു അമോണിയ എന്ന് പറഞ്ഞപ്പോൾ മിസ് പ്രത്യേകം പറഞ്ഞു അമോണിയ അല്ല, അമിനോ ആസിഡ് ആണെന്ന് മിസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വാട്ട് ഈസ് ദ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് സിന്തസിസ് ഓഫ് മോർ സച്ച് കോമ്പൗണ്ട്സ് അല്ലേ? നമ്മുടെ ഈ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ അവർ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് അമിനോ ആസിഡ് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് പിന്നെ ഓരോ സയൻറ്റിസ്റ്റുകൾ പല പല സാധനങ്ങൾ എടുത്തിട്ട് കുറേ കോമ്പൗണ്ട്സ് ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി ശരിയാണെന്നാണ് പ്രൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ലൈഫ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് കോമ്പിനേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ? പല കെമിക്കൽസ് സീ വാട്ടറിൽ റിയാക്ട് ചെയ്ത് പ്രിമിറ്റീവ് എർത്തിലുള്ള കണ്ടീഷനിൽ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയുന്ന കെമിക്കൽ എവല്യൂഷൻ പ്രൂവ് ചെയ്യുന്നതാണ് ഈ കണ്ടുപിടുത്തം.
റെഡി അല്ലേ? ഇനി മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇത് നമ്മൾ ഇങ്ങനെ ഒരു ടേബിളായിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഗ്ലാൻസും അവരുടെ ഹോർമോൺസും അവരുടെ ഫങ്ഷൻസും ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ മക്കൾ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് മിസ് കരുതുന്നു. പിറ്റ്യൂട്ടറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൊലാക്റ്റിൻ നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനാണ്. എഡ്രീനൽ ഗ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ എഡ്രീനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്നതാണ്. എന്താണ് കൺട്രോൾ ചെയ്യുന്നത്, സ്ലോ ഡൗൺ ദ ഡിഫൻസ് സെൽസ് അല്ലേ, അലർജിക് റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഡിഫൻസ് സെൽസിൻ്റെ ആക്ഷനും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓവറി പ്രൊജസ്റ്റിറോൺ ആണെങ്കിൽ ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ. ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺ അല്ലേ. ഈ റിലീസിങ് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോണും പിറ്റ്യൂട്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനടുത്തത് നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ നമ്മുടെ കണ്ണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ലൈവിൽ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ദ പാർട്ട് ദാറ്റ് അലൗസ് ലൈറ്റ് റേ ടു എൻ്റർ ദ ഐ. കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം പതിക്കുന്നത് പ്യൂപ്പിളിലൂടെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഏതിലൂടെയാണ്, പ്യൂപ്പിളിലൂടെയാണ്. ഇനി അടുത്തത്, ദ മസിൽസ് ദാറ്റ് അഡ്ജസ്റ്റ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. കർവേച്ചർ ഓഫ് ദ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീലിയറി മസിൽസ് ആണ്. സീലിയറി മസിൽസും ലിഗമെൻസും ഉണ്ട്, പക്ഷേ മസിൽസ് എന്ന് ചോദിച്ചുകൊണ്ട് സീലിയറി മസിലാണ്. ഇനി ദ പാർട്ട് ദാറ്റ് അഡ്ജസ്റ്റ് ദ സൈസ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് പ്യൂപ്പിൾ ചെറുതാകുന്നതും വലുതാകുന്നതിനും കാരണം ഐറിസ് ആണ്. ഐറിസിലുള്ള സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസുമാണ്. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളോട് EEGയുടെയും ECGയുടെയും നമ്മളിതാ EEGയും ECGയും ചെയ്തിട്ടുണ്ട്. EEG എന്തിനാണ്, നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ വേവ്സിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ECG ആണെങ്കിൽ കാർഡിയാക് മസിൽസിലുള്ള ഇലക്ട്രിക്കൽ വേവ്സ് റെക്കോർഡ് ചെയ്യാനാണ്. EG ടു റെക്കോർഡ് ദി ഇലക്ട്രിക്കൽ വേവ്സ് ഇൻ ദ ബ്രെയിൻ, ECG ടു റെക്കോർഡ് ദി ഇലക്ട്രിക്കൽ വേവ്സ് ഇൻ ദ കാർഡിയാക് മസിൽസ്. ഇനി അടുത്തത്, വാട്ട് ആർ ദ യൂസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, സൈഡ് എഫക്ട്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് എന്താണ്, ദീസ് ആർ മെഡിസിൻസ് യൂസ് ടു ഡെസ്ട്രോയ് ബാക്ടീരിയ. ബാക്ടീരിയനെ നശിപ്പിക്കാനുള്ള മെഡിസിൻസ് ആണ്. സൈഡ് എഫക്ട്സ് എന്താ, റെഗുലർ യൂസ് പാത്തോജൻസിന് ആൻറ്റിബയോട്ടിക്കിനെതിരായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും, വൈറ്റമിൻ്റെ ക്വാണ്ടിറ്റി കുറയും, അതുപോലെ യൂസ്ഫുൾ ബാക്ടീരിയനെ ഡെസ്ട്രോയ് ചെയ്യും. റെഡി? അപ്പം അതോടുകൂടിയിട്ട് നമ്മളുടെ ബയോളജി എക്സാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്ന് മിസ് കരുതുന്നു. മിസ്സിന് നോക്കിയിട്ട് ആകെ ഒരു ആ 2 സബ് ക്വസ്റ്റ്യൻസ്, സിനാപ്സിൻ്റെയും പിന്നെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ യൂറിനിൽ സെക്രീറ്റഡ് ആവുന്ന അത് മാത്രമാണ് എനിക്ക് നമ്മൾ എന്താണ് അത് ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്ന് മിസ്സിന് തോന്നിയിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്താണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇനിയിപ്പം എന്തായാലും നമുക്ക് ആ 2 ക്വസ്റ്റ്യൻ കാരണം നിങ്ങളുടെ ആരുടെ A+ പോയില്ല എന്ന് മിസ്സിന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ലോഞ്ച് ഉണ്ട് മക്കളെ, ഇന്ന് കറക്റ്റ് വൈകിട്ട് 7 PM നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പം നിങ്ങൾ ഓൾറെഡി നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ പഠിച്ച മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം അടിപൊളിയായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ കുറേ മക്കൾ എന്നാലും ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചവരുണ്ടാവും. പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി നമ്മളെ +1 ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ബയോളജിയിൽ ഞാൻ പറയുകയാണെങ്കിൽ 8 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് SSLCയിലെങ്കിൽ അവിടെ 19 ചാപ്റ്റേഴ്സാണ്, കണ്ടൻറ്റും കുറയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. 9ലെയും 10ലെയും ടോപ്പിക്സ് കുറച്ചുകൂടി ഡെപ്തിലാണ് നിങ്ങൾ +1 പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ പഠിച്ച് ഏറ്റവും നല്ല റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ടവരാണെങ്കിൽ വേഗം തന്നെ താഴേക്ക് ആ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കാരണം ഫ്രീ ബുക്ക് സെറ്റ് 27th വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴേക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അയ്യോ, ഇവിടുത്തെ സ്ട്രിപ്പ് വേറെ ആയിരുന്നല്ലോ, ഒറ്റ മിനിറ്റ് മക്കളെ. ഓക്കെ, ഇവിടുത്തെ സ്ട്രിപ്പ് വേറെ ആയിരുന്നു. അപ്പം എൻ്റെ മക്കൾക്ക് ഈ ഒരു നമ്പറിൽ 7592092022 7592092021 ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇന്നത്തെ ലോഞ്ച് ഒരു കാരണവശാലും മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ലോഞ്ചാണ്. ഓൾറെഡി ജോയിൻ ചെയ്ത മക്കളും ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്ന മക്കളും എല്ലാവരും ഉണ്ടാവണം. അതുമാത്രമല്ല +1നെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നിങ്ങളുടെ SSLC ബയോളജി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് +1 കാണാം. ഓൾ ദി ബെസ്റ്റ്.